അതുകൊണ്ട് എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരെ, ഇന്ന് കല്യാണ വീടുകളിൽ മുഴുവനും നടക്കുന്ന ആഭാസങ്ങള്, തോന്നിവാസങ്ങള് വീഡിയോ കൊണ്ട് തലേന്ന് തന്നെ കയറിയേക്കുകയാണ്. അതാ എല്ലാ മണവറയിലും കലവറയിലും പെണ്ണൊറ്റയ്ക്കും കൂട്ടുകാരികളുടെ കൂടെയും ഉമ്മാന്റെ കൂടെയും പാപ്പാന്റെ കൂടെയും എല്ലാം കൂടിയിട്ട് അതാ ഈ വീഡിയോ കൊണ്ടുപോയി അവസാനം മ്യൂസിക് കയറ്റിയിട്ട് ബെഡിങ് നടത്തി എന്തൊക്കെയോ കുന്തങ്ങൾ നടത്തിയിട്ട് വിദേശത്ത് കൊണ്ടുപോയി സിനിമ കാണും പോലെ മക്കളുടെ പെങ്ങന്മാരുടെ കല്യാണത്തിന്റെ സീഡി കാണുന്ന കാക്കാമാരെ, ധിക്കാരം കാണിക്കുകയല്ലേ. അത്തരം പണി ചെയ്യുന്ന ആളുകൾ, അത്തരം ജോലി ചെയ്ത് ജീവിക്കുന്നവരുണ്ടെങ്കിൽ ആ ജോലിയിൽ നിന്ന് പിന്മാറിക്കോ മോനെ. അല്ലാഹു തആല നിനക്ക് ഖൈറായ നിഅമത്ത് തരാൻ കഴിവുള്ളവനാണ്. കാരണം കുറച്ച് ദിവസം മുമ്പ് എന്നെ അറബ് രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു, ഉസ്താദേ, ഞാൻ ഇന്ന അമീറിന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളാണ്, പേര് ഞാൻ പറയാം. അവിടെ വരുന്ന ആളുകൾക്ക് മദ്യം എടുത്തു കൊടുക്കുന്ന ജോലി, അവിടെ വരുന്ന സ്ത്രീകൾക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ജോലിയാണ്. ഞാൻ ഈ ജോലി ചെയ്യണമോ, എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ചെറുപ്പക്കാരൻ ഞാൻ പറഞ്ഞു, മോനെ, നാട്ടിൽ വന്നിട്ട് കൂലിപ്പണി എടുത്ത് ജീവിച്ചാൽ അള്ളാഹു നിനക്ക് ഹലാലായ സമ്പാദ്യം, നീ ഇപ്പോൾ ചെയ്യുന്ന ജോലി നിനക്ക് അല്ലാഹു തആല കോപം പിടിച്ചു വെക്കാൻ പറ്റുന്ന ജോലിയാണ്. എത്രയോ ഹലാലായ ജോലി ഇവിടെ. ഈ നാട്ടിൽ വന്നിട്ട് കൂലിപ്പണിയെടുത്ത് പറമ്പ് കളച്ച് അതുപോലെ തന്നെ കുന്താലിപ്പണിയെടുത്ത് നീ ജീവിച്ചാലും അല്ലാഹു തആല തരുന്നത് ഹലാലായ സമ്പാദ്യമാണ്. കൂലിപ്പണി എടുക്കുന്നവർക്ക് കിട്ടുന്ന നല്ല സമ്പാദ്യമാണ്. അതുപോലെ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്ക് കിട്ടുന്ന നല്ല സമ്പാദ്യമാണ്. മീൻ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന നല്ല സമ്പാദ്യമാണ്. സമുദായത്തിൽ ചിലപ്പോൾ അങ്ങനെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഇരിക്കും. പക്ഷേ അവർ ഹലാലായ നിലയ്ക്ക് വരുമാനം നേടുന്നവരാണ്. അവർ മോശക്കാരനാണ്. ഈ ചെയ്യുന്ന പണിക്കാരനോ വലിയ മോശക്കാരനാണ്. നീ ബാർ നടത്തിയിട്ട് 5 സ്റ്റാറിൽ ലൈഫ് നടത്തിയിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ അടുക്കൽ നിനക്ക് മൂല്യമില്ല. ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ, അല്ലാഹു തആല ഹലാലായ സമ്പാദ്യമായി ഒരുപാട് മാർഗങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പണി ഒഴിവാക്കി നാട്ടിലേക്ക് പോരൂ. രണ്ടാമതും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞാനത് ഉറപ്പിച്ചു, ഇത് ഒഴിവാക്കി വരികയാണ്. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരന് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനേ. ഹലാലായ സമ്പാദ്യം കൊണ്ട് നീ അനുഗ്രഹിക്കണം റഹ്മാനേ. ഇതുപോലെയല്ലേ സഹോദരങ്ങളെ അല്ലാഹുവേ മാനിക്കാൻ നമുക്ക് കഴിയണം. എല്ലാം കാറ്റിൽ പറത്തിയിട്ട് ഞാനിങ്ങനെ ജാടയിൽ ജീവിക്കുന്നു എന്ന് പറയാനല്ല. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന വാപ്പമാരോട് പറയുന്നു, നിങ്ങളുടെ പെൺമക്കളുടെ കല്യാണത്തിന് മകളെ കൊണ്ടുപോയി പൊതുദർശനത്തിന് വെക്കാതെ, ഓഡിറ്റോറിയത്തിൽ ആണും പെണ്ണും തമ്മിൽ തല്ലാനുള്ള അവസരം ഉണ്ടാക്കാതെ, അല്ലാഹു അനുവദിച്ച നിലക്ക് ഹലാലായ രീതിയിൽ ഒരു വിവാഹ ചടങ്ങുണ്ടാക്കാൻ കരുത്ത് കാണിക്കുമോ, അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യുമല്ലോ. ഞാൻ ചുരുക്കട്ടെ, ഇതുപോലെ നമ്മുടെ ഓരോ ആചാരങ്ങളിലും എത്ര തെറ്റുകളാണ് കടന്നു വരുന്നത്. ഇനിയോ കല്യാണ വീടിന് ഞാൻ പറയേണ്ടതില്ല. എത്രയോ ആളുകളുടെ നിസ്കാരം ഖളാണ്. എത്രയോ ആളുകൾ അതാ ദുഹർ ഖളാക്കിയിട്ട് ഓടുകയാണ്. ഒരു വഖത്ത് നിസ്കാരം പോലും ഖളാക്കാൻ നമുക്ക് പറ്റുമോ സഹോദരന്മാരെ? അത് തെറ്റായ ജീവിതത്തിലേക്കല്ലേ പോവുക. ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ പേരിൽ അതാ മക്കളെ അഴിച്ച് കയറൂരി അങ്ങ് വിടുകയാണ്. വാപ്പാക്കും ഉമ്മാക്കും വലിയ ഗമയാണ്. എന്റെ മോളിപ്പോ എഞ്ചിനീയറിംഗിനാണ്, എന്റെ മോക്കാണ്, എന്റെ മോള് അതാണ് ഇതാണ്. എന്ത് കുറിച്ച് ഒന്നാമത് വേണ്ടത്, ഞാനിങ്ങനെ ആലോചിച്ചു നോക്കാറുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ ജീവിതം, ഭാര്യയ്ക്കും ഭർത്താവിനും ശമ്പളം ഉണ്ടാവും, എന്നാലും കാറിന് ലോൺ, എന്നാലും വീടിന് ലോൺ, എന്നാലും വിദ്യാഭ്യാസത്തിന് ലോൺ, എന്നാലും കല്യാണത്തിന് ലോൺ. അതേ സമയത്ത് നല്ല മുഅല്ലിമീങ്ങൾ അവരുടെ ഭാര്യമാരൊന്നും പൊതുവെ ജോലിക്ക് പോയി.
ചെറിയ ശമ്പളം അല്ലാഹു ബർക്കത്ത് ചെയ്യുന്നു, നല്ല ഐശ്വര്യം കൊടുക്കുന്നു. അല്ലാഹു ബർക്കത്ത് ചെയ്താൽ ചെറിയ, അല്ലാഹു അനുഗ്രഹിച്ചാൽ കുറച്ചത് മതി. അല്ലാഹു തആല ബർക്കത്ത് ചെയ്തു തന്നാൽ ചെറുത് മതി മോനെ. അതിലല്ലേ വലിയ ബർക്കത്തുണ്ടാകുന്നത്. അപ്പോൾ ഭാര്യമാരെ ജോലിക്ക് വിട്ടിട്ട് ശമ്പളം വാങ്ങാൻ വലിയ ഗമ കാണിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. അവർക്കുണ്ടോ ദുനിയാവ് തികയുന്നു? ലാ യഅലമു ഫാഹു ഇല്ല തുറാബ്. അതാ അവരുടെ വായ ദുനിയാവ് ഇങ്ങനെ ഇട്ടാൽ വായ നിറയില്ല. മണ്ണിടുന്നത് വരെ അവനിങ്ങനെ ആർത്തിയിലാണ്. അത് വേണം, ഇത് വേണം, അത് വേണം, ഇത് വേണം. ഇതല്ലേ ദുനിയാവ്. അതുകൊണ്ട് ഞാനും നീയും അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കുന്നവനാകണം. ദുനിയാവിന്റെ പടപടത്തിൽ വീണുപോയിക്കൂടാ. കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ദുരാചാരങ്ങൾ, അനാചാരങ്ങൾ, സ്ത്രീധനം തരാത്തതിന്റെ പേരിൽ പെണ്ണിനെ പീഡിപ്പിക്കുന്നവർ, അതാ പെണ്ണിന്റെ വാപ്പാനെ ഉമ്മാനെ തല്ലാൻ ചെല്ലുന്നവർ, ചില ആളുകളുണ്ട് ഞങ്ങൾക്ക് സ്ത്രീധനം വേണ്ട എന്ന് പറഞ്ഞ് ബിദ്അത്ത് പ്രചരിപ്പിക്കുന്നവർ, അതും വലിയ അപകടം തന്നെ. മകളെ കെട്ടാൻ ഒരുത്തം വന്നിട്ടുണ്ട്, അവൻ സ്ത്രീധനം വേണ്ട എന്ന് പറഞ്ഞു. അവന്റെ ഈമാനേതാ? ഈമാനൊന്നും നോക്കണ്ട മൊയ്ലിയാരെ, സ്ത്രീധനം വേണ്ട എന്നല്ലേ പറഞ്ഞത്. ആ നിലയ്ക്ക് ഈമാൻ മാറ്റിയിട്ട് സ്ത്രീധനമില്ലാതെ വരുന്ന ആളുകളുണ്ട്. അതിലും നീ വഞ്ചിക്കപ്പെടാൻ പാടില്ല. കാരണം ഏറ്റവും വലുത് അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. ഇനി നോക്കൂ സഹോദരന്മാരെ, കല്യാണ വീട്ടിൽ ഇങ്ങനെ, മരിച്ച വീട്ടിലോ അതിനേക്കാളും അപ്പുറമാണിപ്പോൾ. ആരെങ്കിലും ഒരാൾ മരിച്ചുപോയാൽ എല്ലാ അടുക്കളയിൽ നിൽക്കുന്ന അതേ വേഷത്തിൽ ഓടിയിങ്ങി വരും. അന്യപുരുഷനാണെന്ന ചിന്തയില്ല. മയ്യത്തിന്റെ ചുറ്റുവട്ടവും കൂടി അങ്ങ് കെട്ടിക്കിടക്കുകയാണ്. ഉമ്മമാരെ, അല്ലാഹുവിന്റെ ദീനിനൊരു നിയമമുണ്ട്. മയ്യിത്ത് പൊതുദർശനത്തിന് വെക്കുക എന്നൊരു സമ്പ്രദായം ഇസ്ലാമിനില്ല. മയ്യിത്ത് പൊതുദർശനത്തിന് വെക്കുക എന്നൊരു സമ്പ്രദായം ഇസ്ലാമിനില്ല. ജീവിതകാലത്ത് ആർക്കാണോ അയാളെ അല്ലെങ്കിൽ അവളെ കാണാൻ അനുവദിച്ചത് അവർക്കല്ലാതെ മരണശേഷവും ആ മയ്യത്തിനെ കാണാൻ പാടില്ല. അതാണ് ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം. അല്ലാതെ എല്ലാവർക്കും എല്ലാം കാണാനല്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി അധികം വൈകുന്നതിന് മുമ്പ്, ആ മുറി വന്ന് തീരുന്നതിന് മുമ്പ്, അഥവാ അതൊന്ന് ഉണങ്ങുന്നതിന് മുമ്പല്ലേ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്തായത്. ഒരൊറ്റ സ്വഹാബിയും ഫാത്തിമ ബീവിയുടെ ജനാസ കണ്ടിട്ടില്ല. ഒരൊറ്റ സ്വഹാബിയും കണ്ടിട്ടില്ല. ജീവിതകാലത്ത് കാണൽ അനുവദിക്കപ്പെട്ട ഭർത്താവും മക്കളും. കസേര ഒന്ന് അടുപ്പിച്ചിട്ട് കൊടുത്താലും മറ്റുള്ളവർക്ക് സൗകര്യപ്പെടും. പ്രിയമുള്ള സഹോദരന്മാരെ, അപ്പോൾ ജീവിതകാലത്ത് കാണൽ അനുവദിക്കപ്പെട്ടവരല്ലാതെ ഒരാളും മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ജനാസ കണ്ടിട്ടില്ല. അപ്പൊ ഈമാൻ കാണിക്കേണ്ടത് എവിടെയാണ്? ഈമാൻ കാണിക്കേണ്ടത് എവിടെയാണ്? മോനെ, എന്റെയും നിന്റെയും ഈമാനികമായ ആവേശം കാണിക്കേണ്ടത് വാപ്പ മരിച്ചാൽ വാപ്പാന്റെ ജനാസ അന്യപുരുഷ സ്ത്രീകൾ കാണാൻ പാടില്ല. ഉമ്മ മരിച്ചാൽ ഉമ്മാന്റെ ജനാസ അന്യപുരുഷന്മാര് കാണാൻ പാടില്ല. അവിടെയാണ് ഈമാൻ. അവിടെയാണ് ഈമാൻ വേണ്ടത്. എന്റെ വാപ്പക്ക് അത് പറ്റില്ല. മാത്രമല്ല സഹോദരന്മാരെ, ഒന്നറിയണം, ജീവിച്ചിരിക്കുന്ന കാലത്ത് വാപ്പ ഒരന്യപുര സ്ത്രീയെ കണ്ടാൽ കുറ്റം വാപ്പാക്കാണ്. അതേ സമയത്ത് വാപ്പ മരിച്ചുപോയി, വാപ്പാന്റെ ജനാസ അന്യ സ്ത്രീകൾക്ക് കാണിച്ചാൽ വാപ്പ അത് പ്രതികരിക്കാൻ പറ്റുന്ന സ്റ്റേജിലല്ല. കുറ്റം ഉത്തരവാദിയായ മകനാണ്, അഥവാ ഉത്തരവാദിത്തപ്പെട്ട അവകാശികളാണ് കുറ്റവാളികൾ. അവരുടെ കയ്യിലാണല്ലോ ഈ മയ്യത്തിന്റെ കൈകാര്യമുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ മതത്തിന് നിയമങ്ങളുണ്ട്. നമുക്ക് എല്ലാവരെയും പോലെയും ആകാൻ പറ്റില്ല. ഇന്ന് ജനങ്ങളെല്ലാം അവർക്ക് തോന്നിയതുപോലെ അങ്ങ് ജീവിച്ചിട്ട് ഞാനും മുസ്ലിം എന്ന് പറഞ്ഞു നടക്കുക. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ജീവിക്കുക, ഇഷ്ടം പോലെ കടത്തുകൂട്ടുക. ഗൾഫുകാർ പണത്തിന്റെ പളവളപ്പിൽ ഓരോ
സമ്പ്രദായങ്ങൾ നാട്ടിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കും. എന്നിട്ട് അതെല്ലാം ജനങ്ങൾ ആകെ വിഷമിച്ചു പോകും. ജനങ്ങൾ അതിന്റെ പിന്നാലെ പോകേണ്ടി വരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, അറിയൂ, ഇതുപോലെ മരണ വീട്ടിൽ മയ്യത്തിന്റെ അടുക്കലേക്ക് അന്യ സ്ത്രീയും പുരുഷനും കൂടെ ഇടകലർന്ന് ബഹളം വെക്കാൻ പാടില്ല. ഒരാളുടെ ബാധ്യത എന്താണ്? ഒരാൾ മരിച്ചു എന്നറിഞ്ഞാൽ ആ മരണ വീട്ടിൽ പോയി ആ മരണ വീട്ടിലുള്ളവരുടെ ബന്ധുക്കളെ സാന്ത്വനിപ്പിക്കൽ നമ്മുടെ കടപ്പാടാണ്. അവരുടെ മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിൽ സഹായിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. മയ്യത്ത് നിസ്കരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. എന്നാലോ ഇന്ന് ചില സ്ഥലങ്ങളിലുണ്ട്, മയ്യത്ത് അങ്ങോട്ട് പൊതിഞ്ഞു വെച്ചാൽ കുറച്ച് താത്താമാര് ചാടിയങ്ങ് വീഴും. ഞങ്ങൾക്ക് നിസ്കരിക്കണം, എന്നിട്ടേ നിങ്ങൾ നിസ്കരിക്കാവോ. അങ്ങനെ ഒരു നിസ്കാരം ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, മതം നിർദ്ദേശിച്ചിട്ടില്ല. ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിന് മതം ഉണ്ടാക്കാൻ ഇറങ്ങുകയാണ്. അങ്ങനെ ഒരു നിസ്കാരം വന്നാൽ ഇവിടെ കടപ്പാടുള്ള പുരുഷന്മാര് അവരുടെ ഫർദ് നിർവഹിക്കാൻ സംഘടിതമായി പള്ളിയിലേക്ക് കൊണ്ടുപോയി നിസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ ആ മയ്യത്തിനുള്ള അവകാശം നിങ്ങൾ നിഷേധിക്കുകയാണ്. അതുപോലെ സഹോദരങ്ങളെ, എത്രയോ കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് ചില ആളുകൾ ഉണ്ട്, എന്തെങ്കിലും ഒരു വിഷയമുണ്ടായാൽ, മകളുടെ കല്യാണമുണ്ടായി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടായാലോ പ്രശ്നം വെക്കുന്നവരെ സമീപിക്കുന്നവരും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. അന്നബി من أتى كاهنا فصدقه بما يقول فقد برئ مما أنزل على محمد صلى الله عليه وسلم. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസാണ്. മൻ അതാ കാഹിനൻ, ആരെങ്കിലും ഒരാൾ ജ്യോത്സ്യനെ സമീപിച്ചു, ഫസദ്ദഖഹു ബിമാ യഖൂലു, ആ ജ്യോത്സ്യൻ പറയുന്നത് അയാൾ വിശ്വസിച്ചു, ഫഖദ് ബരിഅ മിമ്മാ ഉൻസില അലാ മുഹമ്മദിൻ, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട മതത്തിൽ നിന്ന് ഇവൻ ഒഴിവാണ്. അവൻ ആ മതവുമായി ബന്ധമില്ല. അപ്പൊ ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോകാൻ പാടില്ല. അതിന് മകളുടെ കല്യാണത്തിന്റെ മുഹൂർത്തം നോക്കാനായാലും, മകന്റെ കല്യാണത്തിന്റെ മുഹൂർത്തം നോക്കാനായാലും, എന്തിനായാലും ജ്യോത്സ്യന്മാരെ സമീപിക്കാൻ പാടില്ല. മൻ അതാ അറാഫൻ ഫസഅലഹു അൻ ശൈഇൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. സഹീഹ് മുസ്ലിമിൽ കാണാം, മൻ അതാ അറാഫൻ ഫസഅലഹു അൻ ശൈഇൻ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, പ്രശ്നം വെച്ച് നോക്കുന്ന ഒരാളുടെ അടുക്കലേക്ക് ഒരുത്തൻ പോയി, എന്നാലോ ലം തുഖബൽ ലഹു സ്വലാത്തു 40 ലൈല, 40 ദിവസത്തെ അമലുകൾ അവനിൽ നിന്ന് സ്വീകരിക്കുന്നതല്ല. പ്രശ്നം വെച്ച് നോക്കുന്ന ആളുകളുടെ അടുക്കൽ പോയാൽ, സ്വാലിഹീങ്ങളുടെ അടുക്കൽ പോയിട്ട് ബറക്കത്തുള്ള ദിവസം ചോദിക്കുന്നതല്ല. സ്വാലിഹീങ്ങൾ, ആലിമീങ്ങൾ ഇസ്ലാം അനുവദിച്ച മാർഗങ്ങളിലൂടെയും മാനദണ്ഡങ്ങളിലൂടെയും അതാ തിങ്കളാഴ്ച നല്ല ദിവസമാണ്, ഈ മാസത്തിലെ ഇന്ന ദിവസം നല്ല ദിവസമാണ് എന്ന നിലയ്ക്ക് ഇസ്ലാമിക മാനദണ്ഡത്തിൽ ദിവസം പറയുന്ന ആലിമീങ്ങളുണ്ട്. അവരുടെ മാനദണ്ഡം നക്ഷത്രത്തിന്റെ രാശിയല്ല, വേറെ ഏതെങ്കിലും കണക്കന്മാരുടെ കണക്കല്ല. അവര് ദീനീയായ മാനദണ്ഡത്തിൽ ദിവസം കൊള്ളാമെന്ന് പറയുന്നത് പോലെയല്ല. കണക്കന്മാരുടെ അടുക്കൽ പോയി വരിക, എന്നിട്ട് അതാ ഓരോ പണി ചെയ്യിക്കുക, മോനെ അത് ശരിയുള്ള കാര്യമല്ല. ചില സ്ഥലങ്ങളിൽ കുറ്റിയടിക്കാൻ വിളിക്കും, ചിലപ്പോ തറക്കല്ലിടാൻ വിളിക്കും. അവിടെ അതാ ഒരാൾ വന്നിട്ടുണ്ടാകും, അയാൾ എന്തൊക്കെയോ ചില പൂജകളും കർമ്മങ്ങളും ഒക്കെ നടത്തിയിട്ട് കുറ്റിയടിക്കും. പിന്നെ അവിടെ ഒരു ദുആ, എന്ത് ദുആയാണോ, അയാളെക്കാളും നീയാണ് കുറ്റിയടിക്കാൻ നല്ലവൻ. കാരണം നീ ബിസ്മി ചൊല്ലി അടിക്കാൻ അറിയുന്നവനാണ്, മറ്റേയാൾ അടിക്കാൻ അറിയുന്നവനല്ല. ഭൂമിശാസ്ത്രം അറിയുന്ന ഒരാളെ വീട് വെക്കാൻ ചിലപ്പോൾ വിളിക്കേണ്ടി വരും. അയാൾ വന്നിട്ട് ഇവിടെയാണ് ഭൂമിശാസ്ത്രപരമായി നല്ല സ്ഥലമെന്ന് അയാൾ പറഞ്ഞു പോയിക്കോട്ടെ. ഏതുപോലെ എഞ്ചിനീയറെ വിളിക്കുന്നില്ലേ, കാരണം എനിക്ക് എഞ്ചിനീയറിംഗ് അറിയാത്തത് കൊണ്ടാണ്. രോഗം വരുമ്പോൾ ഡോക്ടറെ വിളിക്കുന്നില്ലേ, അതെനിക്ക് വൈദ്യം അറിയാത്തത് കൊണ്ടാണ്. എന്നതുപോലെ വീടിന്റെ മറ്റു
കാര്യങ്ങളൊക്കെ അറിയുന്ന നിർമ്മാതാക്കളുണ്ട്. അവര് വന്ന് സ്ഥലം പറഞ്ഞു തരുന്നു. അതേ സമയത്തോ കുറ്റിയടിക്കാൻ ചെല്ലുന്ന നേരത്ത് ബിസ്മീൻ ചൊല്ലി അല്ലെങ്കിൽ ഒരു സ്വാലിഹായ മനുഷ്യനെ കൊണ്ട് നീ അടിപ്പിച്ചോ. അല്ലാതെ അതിന്റെ മുമ്പിൽ കുറെ പൂജയും കർമ്മവും ഒക്കെ നടത്തിയാൽ അത് നിനക്ക് ദീനിയായ നിനക്ക് ബർക്കത്തുള്ള കാര്യമല്ല. സ്ഥലത്തൊക്കെ വിളിക്കുമ്പോ ഇങ്ങനെ കാണാം അങ്ങനെ ചില കർമ്മങ്ങൾ. ഓരോ മതക്കാർക്കും അവരവരുടെ ആചാരമുണ്ട്. ആ മതത്തെ നമ്മൾ ചീത്ത പറയാൻ പാടില്ല, ആ മതക്കാരെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. മോനെ, നീ സുബഹി നിസ്കരിച്ചവനാണ്, നീ ബിസ്മി ചൊല്ലി അടിക്കാൻ അറിയുന്നവനാണ്. ആ വന്ന സഹോദരന് സുബഹിയില്ല, കാരണം അദ്ദേഹം നമ്മുടെ മതത്തിൽ വിശ്വസിക്കുന്നയാളല്ല. അയാൾ ജനാപത്തുകാരനാണ്, കാരണം അയാൾക്ക് കുളിയും മറ്റുമുള്ള മതത്തിന്റെ രീതിയുള്ളയാളല്ല. അയാളെ കൊണ്ടാണോ നിന്റെ വീടിന്റെ കുറ്റിയടിക്കേണ്ടത്? അല്ല മോനെ, അല്ല. അതേ സമയത്ത് ഓരോ വിഷയത്തിലും അറിയുന്നവരെ അതാത് വിഷയത്തിൽ നമ്മൾ വിളിക്കേണ്ടി വരും. ഏതുപോലെ വീട്ടിലെ കക്കൂസിന്റെ ടാങ്ക് നിറഞ്ഞാൽ പഞ്ചായത്ത് മെമ്പറെയല്ലല്ലോ വിളിക്കുന്നത്, അതാത് വാരുന്ന പ്രത്യേക തൊഴിലാളികളുണ്ട്, അവരെയല്ലേ വിളിക്കുന്നത്. ഇതുപോലെ ഓരോന്നിനും ഓരോ ജോലിക്കാരുണ്ട്. ബറക്കത്ത് വേണമെങ്കിൽ ബറക്കത്തിന്റെ അഹ്ലുകാരെ വിളിക്കണം, അപ്പോഴല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കൂ. പക്ഷേ നമ്മുടെ സമുദായം ഏതിലൊക്കെയോ പെട്ടുപോയി. എന്നാലോ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് കുറെ തരീഖത്തിന്റെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അവരിറങ്ങിയിട്ട് പറയും തരീഖത്തിൽ കൂടിയാൽ നിസ്കാരം വേണ്ട.